സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, CPIM-ൻ്റെ 3 ദിവസത്തെ ജില്ലാ സമ്മേളനം ഇന്ന് ഉച്ചയോടുകൂടി സമാപിക്കുകയുണ്ടായി. പ്രതിനിധി സമ്മേളനത്തിൽ സാർവദേശീയ ദേശീയ കാര്യങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളും പാർട്ടി സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. പത്തനംതിട്ട ജില്ലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സമ്മേളനം പരിശോധിച്ചു. ഒരു പുതിയ ജില്ലാ കമ്മിറ്റിയെ സമ്മേളനം ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറിയായി സഖാവ് ഉദയഭാനുവിനെ തന്നെ വീണ്ടും ഐകകണ്ഠേന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇന്ന് തന്നെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം ജില്ലാ സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുക്കുകയുണ്ടായി. 10 അംഗങ്ങളടങ്ങുന്ന ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഇന്ന് രൂപീകരിച്ചിട്ടുള്ളത്. ഇത് രാഷ്ട്രീയമായും സംഘടനാപരമായും പത്തനംതിട്ട ജില്ലയിലെ CPIM കൈവരിച്ച വളർച്ചയുടെ കൂടി ഒരു പ്രഖ്യാപനമായിരുന്നു പ്രതിനിധി സമ്മേളനത്തിൽ കണ്ട പാർട്ടി സഖാക്കൾ പ്രകടിപ്പിച്ച മനോഭാവം. കോവിഡ് കാലമായതുകൊണ്ടാണ് വലിയ റാലി നമുക്ക് നടത്താൻ കഴിയാത്തത്. സാധാരണഗതിയിൽ ജില്ലാ സമ്മേളനത്തിൽ 100,000-ഓളം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലികൾ നാം നടത്താറുണ്ട്. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നതുകൊണ്ട് പരമാവധി ആൾക്കൂട്ടം കുറച്ചുകൊണ്ടുള്ള പരിപാടികൾ നടത്തണമെന്നാണ് പാർട്ടി നിർദ്ദേശം. എന്നിട്ടും പാർട്ടി നടത്തുന്ന സമ്മേളനങ്ങളിൽ വലിയ തോതിൽ ജനക്കൂട്ടം പങ്കെടുക്കുന്നു എന്നത് ഈ CPIM-ൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾ ഇത്രയാൾ വരണ്ട എന്നൊരു പരിപാടിയിൽ പറഞ്ഞാൽ അതല്ല, ഞങ്ങൾ വരും, എന്ത് വന്നാലും തരക്കേടില്ല, പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കണം എന്നൊരു പൊതുവാശി ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും പാർട്ടി പറയാറുണ്ട് 100 പേർ പങ്കെടുക്കുന്ന പരിപാടി മതി എന്ന് പറയുമ്പോൾ അവിടെ 500 ആളെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരു മാറ്റം വന്നത്? CPIM നിലനിൽക്കണമെന്നും വളരണമെന്നും ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കണമെങ്കിൽ CPIM രാജ്യത്തുണ്ടാവണം. ഇന്ത്യ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ വളരണം. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ പാർട്ടിക്ക് പിന്നിൽ കൂടുതൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യം തന്നെ അപകടത്തിലായിരിക്കുകയാണ്. മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ. ഓരോരുത്തർക്കും സ്വന്തം മതത്തിൽ വിശ്വസിക്കാം, ആരാധനാലയങ്ങളിൽ പോകാം, ഒരു മതത്തിലും വിശ്വസിക്കാതെയും ഇവിടെ ജീവിക്കാം. അതാണ് മതേതരത്വം, സെക്കുലറിസം ഭരണഘടന തന്നെ അംഗീകരിച്ചത്. എന്നാൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി
ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് മതേതരത്വത്തിനാണ് എന്ന കാര്യം ജനങ്ങൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. RSS ആണ് BJP ഗവൺമെൻറ് നയിക്കുന്നത്. RSS പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കൾ 3 കൂട്ടരാണ്. ഒന്ന് മുസ്ലിമുകൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടരും ഇല്ലാത്ത ഒരു രാജ്യം, അതാണ് RSS വിഭാവനം ചെയ്യുന്നത്. ഹിന്ദുക്കളിൽ തന്നെ പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ, അവരെ മനുഷ്യരായി പോലും കാണാത്ത സംഘടനയാണ് RSS. സ്ത്രീകൾക്കെതിരായ ഒരു സംഘടനയാണ് RSS. RSSനകത്ത് ഒരു സ്ത്രീയെയും അവർ പ്രവേശിപ്പിക്കാറില്ല. RSSൻ്റെ ഭാരവാഹിയായി ഇന്നേ വരെ ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. BJPയിൽ എല്ലാവർക്കും സ്ഥാനം കൊടുക്കും, പക്ഷെ RSSൽ ഇവർക്കൊന്നും സ്ഥാനം കൊടുക്കുകയില്ല. മുസ്ലിമിനെ BJPയിൽ ചേർക്കും, പക്ഷെ RSSൽ ചേർക്കില്ല. ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ BJPയിൽ ചേർക്കും, പക്ഷേ RSSൽ ചേർക്കില്ല. ഈ RSS ആണ് ഇന്ത്യൻ ഭരണകൂടത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി രാജ്യത്താകെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയമായത് മുസ്ലിം സഹോദരങ്ങളാണ്. പശുവിൻ്റെ പേര് പറഞ്ഞ് എത്രയാളെയാണ് കൊന്നത്? മുസ്ലിമുകളെ 2ാം കിട പൗരന്മാരാക്കുന്ന പൗരത്വ നിയമ ഭേദഗതി നിയമം മതേതരത്വം ഉദ്ഘോഷിക്കുന്ന നമ്മുടെ നാട്ടിൽ BJP കൊണ്ടുവന്നില്ലേ? ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുസ്ലിമുകൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുന്നില്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അനുവദിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മുസ്ലിമുകൾക്കെതിരായി നടക്കുമ്പോൾ സമീപകാലത്ത് ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുകയുണ്ടായി. ആ ദിവസം ഇന്ത്യയിൽ 12 സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സഹോദരന്മാർക്കെതിരെ ആക്രമണങ്ങളുണ്ടായി. 12 സംസ്ഥാനങ്ങളിൽ ഒരേ ദിവസം ആക്രമണം ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയുണ്ടായി. ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ഇന്നത്തെ ഒരു പത്രം ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് ദേശാഭിമാനിയല്ല, വേറൊരു പത്രം കൊടുത്തിട്ടുണ്ട്. സാധാരണവരങ്ങനെ കൊടുക്കാത്തവരാണ്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ സാന്റാക്രോസിൻ്റെ കോലം കത്തിച്ചു. വാരാണസിയിലെ മത്രി ഡാം ആശ്രമത്തിന് മുന്നിൽ പള്ളികൾക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം. ക്രൈസ്തവ പള്ളികൾ അവിടെ അനുവദിക്കുകയില്ല എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹരിയാനയിലെ ക്രൈസ്തവ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തുന്നതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചവർ ജയ് ശ്രീരാം വിളിച്ചു. പള്ളിയിൽ കയറി ജയ് ശ്രീരാം വിളിക്കുക. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ക്രിസ്മസ് ആഘോഷത്തിനായി ഒരുക്കിയ വേദിയിൽ ഹനുമാൻ കീർത്തനം ചൊല്ലി. ഹരിയാനയിലെ അംബാലയിൽ ക്രിസ്തുവിൻ്റെ പ്രതിമ തകർത്തു. ഈ അംബാലയിലെ പ്രതിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ ബ്രിട്ടീഷ് ഭരണകാലം നിർമ്മിച്ച പ്രതിമയാണത്. ഇതെവിടെയാണ് സ്ഥലം? അംബാലയിൽ തകർത്ത സ്ഥലമെന്നറിയോ?
കണ്ടോൺമെന്റ് ഏരിയ, പട്ടാളക്കാർ അധിവസിക്കുന്ന പ്രദേശത്ത്, പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന പ്രദേശത്ത്, അവിടെയാണ് അംബാലയിൽ ക്രിസ്തുവിൻ്റെ പ്രതിമ ക്രിസ്മസ് ദിനത്തിൽ തകർത്തത്. ഹരിയാനയിലെ സൂര്യഗ്രാമിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്ന പള്ളി അടിച്ചു തകർത്തു. ആസാമിലെ സിൽച്ചറിൽ പള്ളിയിലേക്ക് അക്രമികൾ ഇരച്ചു കയറി. അവസാന പള്ളി പൂട്ടേണ്ടി വന്നു. കർണാടകത്തിലെ മാണ്ടിയിലുള്ള നിർമ്മല സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്താൻ സമ്മതിച്ചില്ല. നരേന്ദ്രമോദി കഴിഞ്ഞ മാസം പോപ്പിനെ പോയിട്ട് കണ്ടു. പോപ്പ് തിരുമേനിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അതോടുകൂടി RSSകാർ, BJPക്കാർ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കയറി പറഞ്ഞു, പോപ്പിനെ ക്ഷണിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി, ഞങ്ങൾ ക്രൈസ്തവരോട് വിരോധമില്ല. ഇവിടുത്തെ പല ബിഷപ്പ് ഹൗസിലേക്കും BJP നേതാക്കന്മാർ പോയി, ഞങ്ങൾ പോപ്പിനെ വരവേൽക്കുന്നു ഇന്ത്യ എന്ന് പറഞ്ഞു. ഇത് ക്രൈസ്തവ ബിഷപ്പുമാരുടെ അടുത്ത് പോയി BJPയുടെ മന്ത്രിമാരും മറ്റും പറഞ്ഞ കാര്യം കാപട്യമായിരുന്നില്ലേ? കേരളത്തിലാണ് ഇങ്ങനെ പോയി പറയുന്നത്. കേരളത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ക്രൈസ്തവ ദേവാലയം തകർക്കാൻ സാധിക്കുകയില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കേരളത്തിൽ അത് സാധ്യമല്ല എന്നതുകൊണ്ടാണ്. ഇവിടെ ക്രൈസ്തവരുടെ അടുത്ത് പോയി അവർ സ്നേഹം നടിക്കുന്നു. കേരളത്തിന് പുറത്ത് എല്ലായിടത്തും ആക്രമണം നടത്തുന്നു. ഇതാണ് RSS. മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു രാജ്യമായി ഇന്ത്യ മാറ്റുന്നു. ഈ ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണ്ടേ? ആ സംരക്ഷണം കൊടുക്കാൻ രംഗത്തിറങ്ങുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ് എന്നതുകൊണ്ടാണ് ഈ പാർട്ടി എല്ലാ മതവിഭാഗത്തിൻ്റെയും പാർട്ടിയായിട്ട് മാറുന്നു. എല്ലാ സമുദായത്തിൽപ്പെട്ടവരുടെയും പ്രസ്ഥാനമായി CPIM മാറുന്നു. BJP നേരിടുന്ന ഉയർത്തുന്ന ഈ വെല്ലുവിളി എങ്ങനെ നേരിടാൻ സാധിക്കും? ഇത് രാജ്യം ഇന്ന് ഒരു ചോദ്യമായിട്ട് വരികയാണ്. BJP ഗവൺമെന്റിനെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി അധികാരം നിന്ന് പുറത്താക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത പുലരുകയുള്ളൂ, ആരാധനാലയങ്ങൾക്ക് സുരക്ഷിത ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യയിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും സുരക്ഷിതത്വം കൊടുക്കേണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാന പൂജാരിയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നിങ്ങൾ കാണുന്നില്ലേ? സന്യാസിയുടെ വേഷമാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ വേഷം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കണ്ടപ്പോൾ വിചാരിച്ചു, ഇതൊരു ശരിയായ സന്യാസിയാണല്ലോ എന്ന്. കാശിയിൽ പോയി പ്രധാനമന്ത്രി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ആ കാശി ക്ഷേത്രത്തിലെ പൂജാരിയെ വാരി നിർത്തി മോദി അവിടുത്തെ പൂജാരിയായി പ്രവർത്തിക്കുന്നത് കണ്ടില്ലേ? ഈ രാജ്യത്തിന് സുരക്ഷിതത്വം കൊടുക്കേണ്ടുന്ന പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഏർപ്പെട്ടുകൊണ്ട് മതേതര രാഷ്ട്രം എന്നുള്ള രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല. ഇതാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ഗവൺമെന്റിനെ പുറത്താക്കാത്തിടത്തോളം കാലം ജനങ്ങൾക്ക് സുരക്ഷിതത്വമില്ല. മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, തൊഴിലാളികൾക്ക് സുരക്ഷിതത്വമില്ല, കർഷകർക്ക് സുരക്ഷിതത്വമില്ല, സ്ത്രീകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ BJP അധികാരം നിന്ന് പോകണം. ഇത് ചാതുർവർണ്ണ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, സവർണാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികളാണ് ഇന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാനാണ് ഇടതുപക്ഷം ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായ പ്രായോഗിക നടപടികൾ എന്ത് എന്നതിനെക്കുറിച്ച്
കണ്ണൂരിൽ വെച്ച് നടക്കാൻ പോകുന്ന CPIM-ന്റെ 23-ാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യും. പാർട്ടിയുടെ നയം പാർട്ടി കോൺഗ്രസോടുകൂടി പ്രഖ്യാപിക്കും. അവിടെ അംഗീകരിക്കേണ്ടുന്ന പ്രമേയം അതിന് ഹൈദരാബാദിൽ ജനുവരി 7 മുതൽ 9 വരെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി അതിന് അന്തിമ രൂപം കൊടുക്കും. പ്രക്രിയയിൽ കൂടി നയരൂപീകരണം നടത്തുന്ന പാർട്ടിയാണ് CPIM. ഏപ്രിൽ മാസം ചേരുന്ന പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം അത് രാജ്യമാകെ ഉറ്റുനോക്കുകയാണ്. അത് ഇന്ത്യക്ക് പുതിയ പ്രതീക്ഷ നൽകും. ഇതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് BJP-യുടെ ഒരു ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ മാസം നടത്തിയ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ജയ്പൂരിൽ കോൺഗ്രസിന്റെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ്, അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഹിന്ദുക്കൾ ഭരിക്കണം. ഇതാരാണ് പറഞ്ഞത്? മോഹൻ ഭഗത് അല്ല. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതാവ് പരസ്യമായി ലോകത്തോട് പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ്, അതുകൊണ്ട് ഹിന്ദുക്കൾ ഇന്ത്യ ഭരിക്കണം. ഈ നിലപാട് നേരത്തെ കോൺഗ്രസ് എടുത്തിരുന്നെങ്കിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ കഴിയുമായിരുന്നോ? മൻമോഹൻ സിംഗിന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമായിരുന്നോ? ഗാനി സൈൽ സിംഗിന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാകാൻ കഴിയുമായിരുന്നോ? കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ മന്ത്രിയായ ഇ അഹമ്മദിന് കേന്ദ്രമന്ത്രിയാകാൻ കഴിയുമോ? കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ മന്ത്രിയായ PJ കുര്യന് കേന്ദ്രമന്ത്രിയാകാൻ കഴിയുമായിരുന്നോ? AK ആന്റണിക്ക് കേന്ദ്രമന്ത്രിയാകാൻ കഴിയുമായിരുന്നോ? കോൺഗ്രസ് അംഗീകരിച്ചിരിക്കുന്ന നയമാണോ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ളത്? വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയമാണിത്. കോൺഗ്രസ് ഇപ്പോൾ BJP-ക്ക് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഒരു വ്യക്തമായ ദിശാബോധമില്ലാത്ത ഉടലുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന. എന്നാൽ നിങ്ങൾ ഒരു വർഷം മുമ്പ് RSSന്റെ തലവൻ മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗവും ഈ പ്രസംഗവും തമ്മിൽ കൂട്ടി വായിക്കണം. അദ്ദേഹം പറഞ്ഞു, RSS കോൺഗ്രസ് വിമുക്ത ഭാരതം RSSന്റെ ലക്ഷ്യമല്ല. കോൺഗ്രസ് ശക്തിയുള്ള സ്ഥലത്താണ് BJP അധികാരത്തിൽ വരുന്നത്, അതുകൊണ്ട് കോൺഗ്രസ് ശക്തിപ്പെടട്ടെ എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനത്താണ് BJP-ക്ക് അധികാരത്തിൽ വരാൻ കഴിയാത്തത്. കോൺഗ്രസ് ശക്തിപ്പെടുന്നതിൽ ഞങ്ങൾക്ക് വിഷമമില്ല എന്ന് RSSന്റെ തലവൻ പറയുന്നു. RSS ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കളുടെ രണ്ട് പാർട്ടികൾ, BJP-യും കോൺഗ്രസും. ഈ രണ്ടു കൂട്ടരും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിൽക്കുന്ന രണ്ട് പാർട്ടികൾ. ബാക്കി പാർട്ടികളൊക്കെ ഇല്ലാതാകണമെന്നാണ് RSSന്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഉള്ള പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ വിചിത്രമായ നിലപാട്. മതനിരപേക്ഷത അംഗീകരിച്ച രാജ്യത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ പ്രഖ്യാപനം
രാജ്യത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറ തകർക്കുകയാണ് ചെയ്യുക. ഈ സാഹചര്യത്തിൽ തൊഴിലാളി വർഗം മതനിരപേക്ഷതയുടെ കൊടി ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. ജനാധിപത്യത്തിൻ്റെ കൊടി തൊഴിലാളി വർഗം ഉയർത്തിപ്പിടിക്കണം. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് CPIM രാജ്യത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ആർക്ക് ഗുണം കിട്ടി? BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന BJPക്കാർക്ക് ഗുണം കിട്ടിയിട്ടുണ്ടോ? RSSകാർക്ക്, സാധാരണക്കാരനായ RSSന് എന്ത് കിട്ടി? ഇവിടെ വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്നു. എല്ലാ സാധനങ്ങൾക്കും വില കയറിക്കൊണ്ടിരിക്കുന്നു. പെട്രോൾ, ഡീസൽ, പാചകവാതകം ദിവസേന വില വർദ്ധിക്കുന്ന രാജ്യം BJP ഭരിക്കുന്ന ഇന്ത്യ. തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലുണ്ടായിരുന്ന 8 കോടി പേർക്ക് BJP അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു വർഷം 2 കോടി ആളുകൾക്ക് ജോലി തരാം, താമരക്കൊരു വോട്ട് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇന്ത്യ ഭരിക്കുമ്പോഴാണ് 8 കോടി ആളുകൾ, തൊഴിലുള്ളവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ രാജ്യവ്യാപകമായി കർഷകർ പോരാട്ടത്തിലാണ്. ഐതിഹാസികമായ കർഷക സമരം 1 വർഷമാണ് നീണ്ടുന്നത്. കർഷകരെ കൃഷിഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാനായിരുന്നു കാർഷിക മേഖലയിൽ 3 നിയമങ്ങൾ ഉണ്ടാക്കിയത്. കൃഷിഭൂമി കൃഷിക്കാരന് എന്നത് മാറ്റി കൃഷിഭൂമി കോർപ്പറേറ്റുകൾക്ക് ഏൽപ്പിക്കാനായിരുന്നു ആ നിയമം കൊണ്ടുവന്നത്. അതിനെതിരായിട്ടാണ് കൃഷിക്കാർ പോരാടിയത്. ആരുടെ മുമ്പിലും കീഴടങ്ങില്ല എന്ന് പറയുന്ന RSSന്റെ തലവൻ മോദിക്ക് ഇന്ത്യയിലെ കർഷകരോട് മാപ്പിരക്കേണ്ടതായിട്ട് വന്നു. ആ നിയമം പിൻവലിക്കേണ്ടി വന്നു. വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം വർഗസമരമാണ്. അതാണ് BJPക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിഷമിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തൊരു വർഗ ഐക്യം രൂപപ്പെട്ടു വരികയാണ്. ഇതുവഴി ഒരു പുതിയ ഇന്ത്യ ഇവിടെ രൂപം കൊള്ളും. രാജ്യത്ത് തൊഴിലാളി വർഗം അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ലേബർ കോഡ് ഭേദഗതി ചെയ്തിരിക്കുകയാണ്. ഇതിനെതിരെ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഫെബ്രുവരി മാസം 2 ദിവസത്തെ പൊതുപണിമുടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്താകെ സ്ത്രീകൾക്കെതിരായി അതിക്രമങ്ങൾ നടക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ മോദി സർക്കാർ എന്തിനാണ് രാജ്യം ഭരിക്കുന്നത്? പക്ഷെ അവർ ഈ മുദ്രാവാക്യങ്ങളൊന്നും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് അവരെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിടണം. അതിന് ഇന്ത്യയിലെ ജനങ്ങൾ സജ്ജമാകണം. ഈ പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കാനാണ് CPIM ഉദ്ദേശിക്കുന്നത്. മാറ്റം ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിൽ കൊണ്ടുവന്നു. ഇതൊരു ചരിത്ര സംഭവമാണ്. ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ ആദ്യമായിട്ടാണ് തുടർ ഭരണം ലഭിക്കുന്നത്. മുൻകാലങ്ങളിൽ വിജയത്തിൻ്റെ അടുത്തെത്തി നമ്മൾ പരാജയപ്പെട്ടു പോയി. അല്ലെങ്കിൽ മുമ്പ് ചില സന്ദർഭങ്ങളിൽ തുടർ ഭരണത്തിന് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ജനങ്ങൾ തീരുമാനിച്ചു ഇടതുപക്ഷത്തിന് ഒരവസരം കൂടി കൊടുക്കണം. അതാണ് 99 അസംബ്ലി സീറ്റുകളിൽ ഇടതുപക്ഷം വിജയിച്ചു. ഈ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ അസംബ്ലി സീറ്റുകളിലും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചുകൊണ്ട് ഈ പത്തനംതിട്ട ജില്ല ചരിത്രത്തിൽ പങ്കാളിത്തം വഹിച്ചു. ഈ ജില്ലയിലെ ജനങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന വിജയമാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. എന്തുകൊണ്ട് ജനങ്ങൾ വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിൽ കൊണ്ടുവന്നു? ജനങ്ങൾക്ക് ഈ മുന്നണിയിൽ വിശ്വാസമുണ്ട്. ഇടതുപക്ഷം ഒന്ന് പറഞ്ഞാൽ അത് ചെയ്യും.
2016 ഇലക്ഷൻ കാലത്ത് 600 രൂപയായിരുന്നു കർഷക തൊഴിലാളി പെൻഷൻ. എല്ലാ പെൻഷനും 600 രൂപ. അന്ന് ഇടതുപക്ഷം പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ 600 1000 ആക്കി തരും. പലരും വന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി, ഇത് ഇലക്ഷൻ കാലത്ത് പറയുന്ന ബഡായി അല്ലേ എന്ന് പലരും ചിന്തിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 600 രൂപ 1000 രൂപയാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചു. ഇപ്പോൾ അത് 1600 രൂപയായി. ഇനിയും നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഇനിയും വർദ്ധിക്കും. കർഷകർക്ക് പെൻഷൻ കൊടുത്തു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പാക്കാൻ LDF ഗവൺമെന്റ് സന്നദ്ധമായി. നൽകിയ വാഗ്ദാനങ്ങളിൽ 95% വാഗ്ദാനങ്ങൾ 5 വർഷം കൊണ്ട് നടപ്പാക്കി. അന്ന് ഇടതുപക്ഷ മുന്നണി പറഞ്ഞു, കേരളം പശ്ചാത്തല സൗകര്യ വികസനത്തിൽ പിറകിലാണ്, അതിൽ മാറ്റം വരുത്തും. അതിന് നടപടികൾ തുടങ്ങി. അതിൻ്റെ ഭാഗമായി മലയോര പാത വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തീരദേശപാത വലിയ പ്രയാസമുണ്ട്, അതും തുടങ്ങി. കേരളത്തിൽ ദേശീയ ജലപാത കോവളം മുതൽ ബേക്കൽ വരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇനി പണി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളൂ. അത് പൂർത്തിയാകുമ്പോൾ ദേശീയ ജലപാത കേരളത്തിൽ യാഥാർത്ഥ്യമാകും. കണ്ണൂർ വിമാനത്താവളം അത് യാഥാർത്ഥ്യമാക്കി. മെട്രോ റെയിൽ വികസിപ്പിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം മുന്നേറുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദേശീയപാത വികസനം ഏറ്റവും പിറകിലുള്ള സംസ്ഥാനം കേരളമാണ്. ഇവിടെ 4 വരി പാതയില്ലാത്ത സംസ്ഥാനമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഈ കേരളത്തിൽ ഭൂമിക്ക് വലിയ വിലയാണ്, അതുകൊണ്ട് ഈ ഭൂമി ഇത്രയും വില കൊടുത്ത് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ഗഡ്കരിയെ 5 പ്രാവശ്യമാണ് പോയി കണ്ടത്. അവസാനം ഗഡ്കരി പറഞ്ഞു, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടി 5 പ്രാവശ്യം സമീപിക്കുന്നത് ആദ്യമായിട്ടാണ്. അദ്ദേഹം എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഭൂമിയുടെ വിലയിൽ 50% നിങ്ങൾ വഹിക്കുമോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചു. മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു, 25% ഞങ്ങൾ വഹിക്കാം. ഈ കേരളത്തിലെ റോഡ് വികസന രംഗത്തുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റ് ആ യോഗത്തിൽ വെച്ച് ഉത്തരവ് കൊടുത്തില്ലേ? ഇതിന്റെ ഭാഗമായി അങ്ങേയറ്റത്ത് തലപ്പാടി മുതൽ കളിയിക്കാവ് വരെയുള്ള റോഡ് ദേശീയപാത വികസനം 4 വരിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 6 വരിയാക്കി മാറ്റാൻ ആവശ്യമായ നിലയിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും ഗതാഗത കുരുക്കാണ്. അത് മാറ്റം വരുത്താനാണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നത്. ഇവിടെ കൊച്ചിയിലുള്ള LNG ടെർമിനൽ വഴി ഗ്യാസ് പൈപ്പ് വഴി വീടുകളിലെത്തിക്കാനുള്ള പദ്ധതി, അതിൻ്റെ ഭാഗമായി കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ വലിക്കുന്ന പദ്ധതി UDFൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. പക്ഷെ അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. എല്ലാ സ്ഥലത്തും സമരം. ജമാഅത്തെ ഇസ്ലാമിക്കാർ, മുസ്ലിം ലീഗുകാർ സമരം നടത്തി പല സ്ഥലത്തും. LDF അധികാരത്തിൽ വന്നു. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയോട് സംസാരിച്ചു. ഇതിന് സ്ഥല ഉടമസ്ഥന്മാർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അവരംഗീകരിച്ചു. ആ പദ്ധതി യാഥാർത്ഥ്യമായില്ലേ? അസാധ്യമെന്ന് കരുതിയ കാര്യം സാധ്യമാക്കാൻ സാധിക്കും എന്ന് പിണറായി വിജയൻ സർക്കാർ തെളിയിച്ചു.
കൂടംകുളം താപനിലയത്തിൽ നിന്ന് നമുക്ക് അനുവദിച്ച വൈദ്യുതി 1 മെഗാവാട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ സാധിച്ചില്ല. UDF ഒന്നും ചെയ്തില്ല. LDF വന്നു. കൂടംകുളത്തിൽ നിന്ന് വൈദ്യുതി കേരളത്തിലേക്ക് എത്തിയില്ലേ? എടമൺ കൊച്ചി ലൈൻ കമ്മീഷൻ ചെയ്യാൻ സാധിച്ചു. ഇച്ഛാശക്തിയോടുകൂടി LDF ഗവൺമെന്റ് പ്രവർത്തിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് EMSന്റെ കാലം മുതൽ ആലോചിച്ചതാണ്. എപ്പോഴും തടസ്സം, ജീവനക്കാർ തന്നെ തടസ്സം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഈ ഗവൺമെന്റ് പറഞ്ഞു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കും. എതിർപ്പിന് മുമ്പിൽ ഞങ്ങൾ തീരുമാനം മാറ്റുകയില്ല. LDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണത്. ആ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് യാഥാർത്ഥ്യമായി. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇത് പറയുന്നത് LDF ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ കാര്യം ചെയ്യും. ചെയ്യാൻ പറ്റുന്ന കാര്യമേ പറയുകയുള്ളൂ. അതാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ ഇടതുപക്ഷ മുന്നണിയിൽ വിശ്വാസം വർദ്ധിപ്പിച്ചത്. മഹാപ്രളയമുണ്ടായി, ജനങ്ങൾക്കൊപ്പം സർക്കാർ നിന്നു. കോവിഡ് വന്നു, രാജ്യമാകെ വിറങ്ങലിച്ചു. കേരളം ജനങ്ങൾക്കൊപ്പം നിന്ന് ഗവൺമെന്റ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാതായി. എല്ലാ വീട്ടിലും കിറ്റെത്തിച്ചു. ഭക്ഷണ സാധനങ്ങൾ ഉറപ്പുവരുത്തി. നിങ്ങൾ അറിയുമോ, മനുഷ്യർക്ക് മാത്രമല്ല കൊരങ്ങന്മാർക്ക് പോലും ഭക്ഷണം കൊടുത്ത സർക്കാരാണ് നമ്മുടെ സർക്കാർ എന്ന് ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ടു. ഒരു ജീവജാലം പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള നിലപാടെടുത്ത സർക്കാർ. അതാണ് കേരളം കോവിഡ് കാലത്ത് ലോകശ്രദ്ധ പിടിച്ചു പറ്റി. പ്രളയം വന്ന് അത് കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെന്റ് കാണിച്ച മികവ് ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. കേന്ദ്രം നമ്മളെ സഹായിച്ചില്ല. മറ്റ് രാജ്യങ്ങളിൽ പോയി അവിടുത്തെ സഹായം സ്വീകരിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പാടില്ല എന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇതിനെ അതിജീവിച്ചത് ജനപിന്തുണയോടുകൂടിയാണ്. ജനങ്ങൾ, പണമുള്ളവർ, ജീവനക്കാർ ഒരു വിഭാഗം ബഹിഷ്കരിച്ചെങ്കിലും മഹാഭൂരിപക്ഷം പേർ ഗവൺമെന്റിനോടൊപ്പം നിന്നു. അങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഗവൺമെന്റ് കഴിയും എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. നോട്ട് നിരോധനം ഉണ്ടായി. ആ നോട്ട് നിരോധന കാലത്ത് ആ നിലപാട് സംബന്ധിച്ച് തുറന്നു കാണിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ റിസർവ് ബാങ്കിന്റെ മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. രാജ്യം കേരളത്തെ ശ്രദ്ധിച്ചു. BJP ഗവൺമെന്റിന് ഒരു ബദലുണ്ട്, കോൺഗ്രസ് തേങ്ങയ്ക്ക് ഒരു ബദലുണ്ട്. അത് കേരളത്തിലെ ഇടതുപക്ഷമാണ് എന്ന അനുഭവത്തിൽ കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു കേന്ദ്രം. ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞു, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ നടത്തിക്കൊള്ളാം. ഈ നിലപാട് സ്വീകരിച്ചൊരു സർക്കാർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാത്രമാണ്. ഇങ്ങനെയാണ് ഈ കേരളം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്ക് വീണ്ടും ഒരു അവസരം നൽകി. സഖാക്കളെ, നമ്മുടെ മുമ്പിൽ ഉത്തരവാദിത്വം വലുതാണ്. ജനങ്ങൾ നമ്മളെ അത്രയധികം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഇലക്ഷൻ കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം. അതിന് ഗവൺമെന്റിനോടൊപ്പം ജനങ്ങളുണ്ടാകണം. ജനപിന്തുണയോടുകൂടി നമുക്ക് പ്രഖ്യാപിച്ച പരിപാടികളൊക്കെ നടപ്പാക്കാൻ സാധിക്കണം. ഇവിടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇത്തവണത്തെ മുൻഗണന പരമദരിദ്രരായിട്ടുള്ള ആളുകൾ കേരളത്തിലുണ്ട്. 1% താഴെ ആളുകൾ, ഒരു ഗതിയുമില്ലാതെ ജീവിക്കുന്നവർ ഈ കേരളത്തിലുണ്ട്. അവർക്ക് വീടില്ല, വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല, എവിടെയൊക്കെയോ ജീവിക്കുന്നു. അവരെ കണ്ടെത്തണം, അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ മുൻഗണന ദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി
ഈ കേരളത്തെ മാറ്റണം. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കും, ജോലി കൊടുക്കും, വിദ്യാഭ്യാസ സൗകര്യം ചെയ്തു കൊടുക്കും, ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തും. ഇതാണ് ഇടതുപക്ഷ മുന്നണി ഇത്തവണ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചു 20 വർഷം മുമ്പ് ദരിദ്രരില്ലാത്ത രാഷ്ട്രം ചൈന സൃഷ്ടിക്കുമെന്ന്. ഈ വർഷം അവർക്ക് ആ ലക്ഷ്യം നേടാൻ സാധിച്ചു. അതുപോലെ നമുക്ക് ഈ കേരളത്തിന് സാധിക്കും. ദരിദ്രരില്ലാത്ത കേരളം അങ്ങനെ നേടാൻ സാധിച്ചാൽ ഇന്ത്യയിൽ ആ ബഹുമതി നേടുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമായിട്ട് മാറും. ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കണം. 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ കൊടുക്കും എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വീട്ടിലിരുന്നു കൊണ്ട് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള തൊഴിലവസരങ്ങൾ ഓൺലൈൻ വഴി ചെയ്യാൻ, സാങ്കേതിക വൈഭവം ഉപയോഗിച്ച് ചെയ്യാനുള്ള സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ 20 ലക്ഷം പേർക്കാണ് ജോലി ലഭിക്കാൻ പോകുന്നത്. ഈ കേരളത്തിന് സമ്പദ്ഘടന വികസിപ്പിച്ച് ഉൽപാദന വർധനവുണ്ടാക്കണം. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഉൽപാദന വർധനവുണ്ടാക്കി കേരളം സാമ്പത്തികമായി വികസിക്കണം. അതോടൊപ്പം കേരളീയ സമൂഹത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റണം. കേരളത്തിൽ പതുക്കെ പതുക്കെ വലതുപക്ഷ ആശയഗതി ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഒരു കൂട്ടം മാധ്യമങ്ങളും ജാതിമത സംഘടനകളും കേരളത്തിന്റെ ഇടതുപക്ഷ അടിത്തറ തകർക്കാൻ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുവഴി പതുക്കെ പതുക്കെ ഈ വലതുപക്ഷാശയം ജനങ്ങളിലേക്ക് സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ശാസ്ത്രബോധമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കണം, ചരിത്രബോധമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കണം, യുക്തിചിന്തയുള്ള ഒരു ജനതയെ സൃഷ്ടിക്കണം. അതിനുവേണ്ടി ഉള്ള പ്രവർത്തനത്തിൽ ഒരു വൈജ്ഞാനിക സമ്പദ്ഘടന സൃഷ്ടിക്കാൻ സാധിക്കുന്ന വിധത്തിൽ കേരളത്തിൽ ഇടപെടാനാണ് ഇടതുപക്ഷ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് സാക്ഷരതാ യജ്ഞം നാം ഏറ്റെടുത്തതുപോലെ ആ പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി നാം ഇടപെടണം. കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുന്നതിൽ ഇടപെടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാനിഫെസ്റ്റോ നൽകിയിട്ടുള്ള ആ പ്രഖ്യാപനം നടപ്പാക്കാനാണ് നാം രംഗത്തിറങ്ങേണ്ടത്. അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുകൊണ്ട് നാം ഉയരണം. UDF-കാർക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. UDF-ലുള്ള പല കക്ഷികളും 5 കൊല്ലമായപ്പോൾ LDF-ലേക്ക് എത്തി. LJD നേരത്തെ UDF-ലായിരുന്നു, അവർ LDF-ലായി. കേരള കോൺഗ്രസ് മാണി 40 കൊല്ലം UDF-ലായിരുന്നു, ഇപ്പോൾ അവർ LDF-ലാണ്. ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. ഇങ്ങനെ UDF-നോടൊപ്പം ഉണ്ടായിരുന്ന കക്ഷികൾ വലതുപക്ഷത്തോടൊപ്പം വരികയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന അടിത്തറ വിപുലീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ വലിയ തോതിൽ ഉള്ള ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടാക്കും എന്നവർ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയൻ ഗവൺമെന്റിനെ ഭരിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേട്ടില്ലേ? പിണറായി വിജയനെ ഒരു ചരിത്ര പുരുഷനാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ്. ഇത് എന്തുകൊണ്ടാണ് അവർക്ക് പറയേണ്ടി വന്നത്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് നെഞ്ചിലേറ്റിയ ഒരു മുഖ്യമന്ത്രിയായി മാറിയിരിക്കുകയാണ്. രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ ഈ കേരളത്തെ ഉറ്റുനോക്കുകയാണ്. ഇടതുപക്ഷം ചെയ്യുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി പ്രതിപക്ഷം കരുക്കൾ നീക്കുന്നത് കേരളം ഈ ഗവൺമെന്റിനെ
എങ്ങനെയെങ്കിലും ഭരിക്കാൻ സാധിക്കാത്ത അവസ്ഥ സൃഷ്ടിക്കണം. അതിന് കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ ഇതൊക്കെ നടക്കട്ടെ. എന്താണ് അവരുടെ നിലപാട്? നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് സന്ദീപിനെ തിരുവല്ലയിൽ കൊലപ്പെടുത്തിയിട്ട് ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. നമ്മുടെ ഭാവി വാഗ്ദാനമായ സഖാവ് സന്ദീപ് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് RSSകാരുടെ BJPയുടെ കൊലക്കത്തിക്ക് വിധേയമായിട്ടാണ്. 6 വർഷം കൊണ്ട് കേരളത്തിൽ CPIMന്റെ 20 സഖാക്കളാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 15 പേരെ കൊലപ്പെടുത്തിയത് BJPയാണ്, RSS. ബാക്കി 5 പേരെ കൊന്നത് കോൺഗ്രസും STPI ചേർന്നിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. CPIMൽ കേരളത്തിൽ ഇതിനകം എത്രയോ പേർ രക്തസാക്ഷികളാകേണ്ടി വന്നു. 585 സഖാക്കൾ കേരളത്തിൽ രക്തസാക്ഷികളായി. CPIMന്റെ പ്രവർത്തകന്മാർ. നമ്മുടെ പാർട്ടി ഇല്ലാതാക്കണം എന്നതാണ് ഈ ആക്രമണത്തിൻ്റെ പിറകിലുള്ളത്. ഇപ്പോൾ UDF BJP ചേർന്ന് കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആണ് ആലപ്പുഴയിൽ ഒരു STPIക്കാരനെ RSSകാർ കൊലപ്പെടുത്തി. ഉടനെ ഒരു RSSകാരനെ STPIക്കാർ കൊലപ്പെടുത്തി. STPIക്കാർ പറഞ്ഞു STPIക്കാരൻ കൊല ചെയ്യപ്പെട്ടത് ഉത്തരവാദി ഗവൺമെന്റാണ്. RSSകാരൻ പറഞ്ഞു RSSകാരൻ കൊല ചെയ്യപ്പെട്ടതിന് ഉത്തരവാദി ഗവൺമെന്റ് ആണെന്ന്. ഇവർ തന്നെ കൊല്ലുന്നു, എന്നിട്ട് ഗവൺമെന്റാണ് ഉത്തരവാദി എന്ന് പറയുന്നു. വിചിത്രമായ നിലപാടല്ലേ ഇത്? പോലീസാണ് ഉത്തരവാദി എന്ന് പറയുന്നു. അവർക്ക് കൊല്ലാതിരുന്നാൽ പോരെ എന്ന ഈ പ്രശ്നം ഉണ്ടാവുമോ? അവരുദ്ദേശിക്കുന്നത് കൊലപാതകം നടത്തുക, എന്നിട്ട് ഗവൺമെന്റാണ് കുറ്റം എന്ന് പ്രചരിപ്പിക്കുക. ഇത് ആസൂത്രിതമായ ഒരു പ്രചരണമാണ്. കേരളത്തെ ഒരു കലാപഭൂമിയാക്കണമെന്നാണ് RSSും STPIയും ഉദ്ദേശിക്കുന്നത്. അപകടകരമായ ഒരു നീക്കമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ പ്രശ്നത്തിൽ സ്വീകരിക്കുന്ന സമീപനം മുസ്ലിം തീവ്രവാദ ശക്തികൾക്ക് അനുകൂലമായ സമീപനമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ് ഇന്ന് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള വർഗീയമായ ശക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ ലീഗ് ശ്രമിക്കുന്നുണ്ട്. അതാണ് നമുക്ക് കോഴിക്കോട്ട് കടപ്പുറത്ത് കണ്ടത്. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടാൻ തീരുമാനിച്ചതിനെതിരെ കോഴിക്കോട്ട് ലീഗ് ഒരു റാലി നടത്തി. മുസ്ലിം പള്ളികളിൽ പ്രതിഷേധം നടത്തണമെന്നാണ് അവർ ആദ്യം ആഹ്വാനം ചെയ്തത്. അതിനെ കാന്തപുരം അബൂബക്കർ മുസലിയാരും ജിഫ്രി തങ്ങളും രംഗത്ത് വന്നപ്പോൾ പള്ളികളിൽ നടത്താൻ പ്രയാസമാണെന്ന് കണ്ടു. പള്ളികളിൽ അത്തരം പ്രചാരവേല ചെയ്താൽ അതിന് പ്രത്യാഘാതം ഉണ്ടാകും എന്ന് CPIM മുന്നറിയിപ്പ് നൽകി. ഒടുവിൽ ലീഗ് അത് ഉപേക്ഷിച്ചു. പക്ഷെ കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ റാലിയിൽ അവരുടെ നേതാക്കന്മാർ നടത്തിയ പ്രസംഗം വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗങ്ങളാണ്. മതമാണ് പ്രശ്നം, മതം അപകടത്തിൽ എന്നാണ് ലീഗിൻ്റെ ഒരു നേതാവ് പ്രസംഗിച്ചത്. മാത്രമല്ല, വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവർ കല്യാണം കഴിച്ചാൽ അത് കല്യാണമല്ല, വ്യഭിചാരമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന വിധത്തിൽ ലീഗ് നേതാക്കന്മാർ പ്രസംഗിച്ചു. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. മുഖ്യമന്ത്രിയുടെ പിതാവിനെ പോലും ആക്ഷേപിച്ചു. സഖാവ് പിണറായി വിജയന്റെ പിതാവ് ഒരു ചെത്തു തൊഴിലാളിയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെത്തു തൊഴിലാളിയുടെ മകനായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന്. പക്ഷെ കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗുകാർ മുഖ്യമന്ത്രി അധിക്ഷേപിക്കാൻ
ഉപയോഗിച്ച വാചകങ്ങൾ ഇതായിരുന്നു. മുഖ്യമന്ത്രിയുടെ അച്ഛനെ പറയുക, മുഹമ്മദ് റിയാസിനെതിരായി ആക്രോശം നടത്തുക, ഇതാണ് ലീഗ് സ്വീകരിച്ച സമീപനം. ഇത് RSSന് വളം വെച്ചു കൊടുക്കുന്ന സമീപനമാണ്. RSSും SDPIയും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. അതിൽ SDPIക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന, ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന നിലപാട് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വർഗീയ ശക്തികളെയും ജനങ്ങൾ ഒറ്റപ്പെടുത്തണം. അവരുദ്ദേശിക്കുന്നത് വർഗീയമായ ചേരിതിരിവാണ്. മനുഷ്യനെ വർഗീയമായി ചേരിതിരിച്ച് കലാപം സൃഷ്ടിച്ച് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കണം. ഇതാ കേരളത്തിൽ കലാപമാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. 50 വർഷം മുമ്പാണ് തലശ്ശേരിയിൽ വർഗീയ ലഹള നടന്നത്. ആ ലഹള പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ CPIM പറഞ്ഞു, ജീവത്യാഗം ചെയ്തും മതമൈത്രി കാത്തു സൂക്ഷിക്കണം. പാർട്ടി സഖാക്കൾ ആരാധനാലയങ്ങൾക്ക് കാവൽ നിന്നു. പള്ളിക്കൂമിൽ കാവൽ നിന്ന CPM വളണ്ടിയർമാരിൽ ഒരാളായിരുന്നു സഖാവ് UK കുഞ്ഞിരാമൻ. അദ്ദേഹം രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ RSSകാർ പതിയിരുന്ന് ആക്രമിച്ച് UK കുഞ്ഞിരാമനെ കൊലപ്പെടുത്തി. ആ കലാപത്തിൽ പലർക്കും പലതും നഷ്ടപ്പെട്ടെങ്കിലും CPIMന് ഒരു വിലപ്പെട്ട സഖാവിനെയാണ് ബലി കൊടുക്കേണ്ടതായിട്ട് വന്നത്. കലാപം എവിടെയുണ്ടായാലും മതമൈത്രിയുടെ കൊടി ഉയർത്തിപ്പിടിക്കുന്നത് CPIM ആണ്. നിങ്ങൾക്കറിയാം, നിലക്കൽ ലഹള RSS ആണ് അത് ആസൂത്രണം ചെയ്തത്. ആ സംഭവത്തിന്റെ പേരിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായി രംഗത്ത് വന്നത് CPM ആയിരുന്നു, DYFI ആയിരുന്നു രംഗത്ത് വന്നത്. അതുകൊണ്ട് അത്തരമൊരു നീക്കം ഇപ്പോൾ ആരുടെ ഭാഗത്തുണ്ടായാലും അതിനെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ നീക്കം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല. ഗവൺമെന്റ് അത്തരം പ്രശ്നങ്ങളെ ശക്തമായി നേരിടും. സാധ്യമാകുന്ന എല്ലാ നിയമ വകുപ്പുകളും ഉപയോഗിച്ചുകൊണ്ട് അത്തരം സമീപനങ്ങളെ അടിച്ചമർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് കേരളം കലാപഭൂമിയാക്കി മുതലെടുക്കാം എന്നാരും കരുതണ്ട. അതിവിടെ ജനങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം പ്രശ്നങ്ങളാണ് സമരത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന്. അതിന്റെ ഭാഗമായി കേരയിൽ പദ്ധതിക്കെതിരെ, സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കലാപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് 4 മണിക്കൂർ വേഗത്തിൽ എത്താൻ സാധിക്കുന്ന ഒരു പുതിയ റെയിൽവേ ലൈനാണത്. കേന്ദ്രം പുതിയ റെയിൽവേ ലൈൻ അനുവദിക്കുന്നില്ല. സംസ്ഥാനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, സംസ്ഥാനം റെയിൽവേയുമായി സംയുക്ത സംരംഭങ്ങൾ നടത്താം. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. കേരളം തീരുമാനിച്ചപ്പോൾ UDFന്റെ കാലത്ത് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ കൊണ്ടുവരാൻ തീരുമാനിച്ചു. 1.18 ലക്ഷം കോടി. നമ്മളിപ്പോൾ കൊണ്ടുവരുന്ന പദ്ധതിക്ക് അവർ വിഭാവനം ചെയ്തതിൻ്റെ പകുതി തുക മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇവർ എതിർക്കുന്നത്? ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്വാഭാവികമായും പ്രയാസമുണ്ടാകും. ഒരു കാര്യം ഗവൺമെന്റ് വ്യക്തമാക്കി, ഭൂമി നഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ഗവൺമെന്റ് ഉണ്ടായിരിക്കും. അവർക്കെല്ലാവിധ പുനരധിവാസ സൗകര്യവും ഗവൺമെന്റ് ചെയ്യും. ആരെയും കണ്ണീര് കുടിപ്പിക്കില്ല. പക്ഷെ ഭൂമി നഷ്ടപ്പെടുന്നവരല്ല ഇപ്പോൾ ഇതിനെ എതിർക്കുന്നത്. UDFും BJPയും ജമാഅത്തെ ഇസ്ലാമിയും ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു സംയുക്ത സംവിധാനം ഇവിടെ രൂപം കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കിറയിൽ പദ്ധതിക്കെതിരെ ഇപ്പോൾ കലാപം സംഘടിപ്പിക്കാൻ അവരിറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഈ പദ്ധതി കേരളത്തിന് അത്യാവശ്യമാണ്. കേരളം വികസിക്കണമെങ്കിൽ ഇത്തരം പദ്ധതികൾ വേണം. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിക്കുമ്പോൾ, അതിനുവേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ
അവിടെയൊന്നും കോൺഗ്രസ് എതിർക്കുന്നില്ല, അവിടെയൊന്നും BJP എതിർക്കുന്നില്ല. ഇവിടെ മാത്രമാണ് എതിർപ്പ്. ഈ എതിർപ്പ് രാഷ്ട്രീയമായ എതിർപ്പാണ്. രാഷ്ട്രീയമായ എതിർപ്പിന് മുമ്പിൽ ഈ പദ്ധതി ഗവൺമെന്റ് ഉപേക്ഷിക്കാൻ പാടില്ല. ജനങ്ങൾ ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികളെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ കൊണ്ടുവന്നാൽ മാത്രമേ കേരളം ഒരു വികസിത സംസ്ഥാനമായി മാറുകയുള്ളൂ. അതിനുവേണ്ടി ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെന്റ് പ്രവർത്തിക്കുകയാണ്. ഈ നീക്കത്തെ അട്ടിമറിക്കാൻ ആര് ശ്രമിച്ചാലും അവർ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെടുക തന്നെ ചെയ്യും. കേരളത്തിലെ ജനങ്ങളെ ഗവൺമെന്റ് നയങ്ങൾക്ക് പിന്നിൽ അണിനിരത്തണം. അങ്ങനെ നമുക്ക് ഒരു നവകേരളം സൃഷ്ടിക്കണം. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന യുവതലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് LDF ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. നവകേരള സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പിന്നിൽ ജനങ്ങൾ അണിനിരക്കണം. ഇതാണ് CPIM മുഖ്യമായി ഇന്ന് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലും ഇതിൻ്റെ ഭാഗമായി UDFും BJPയും മറ്റ് ശക്തികളും ചേർന്ന് ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രചാരവേലയെ തുറന്നു കാണിക്കാൻ എല്ലാ വീടുകളിലും നമ്മുടെ സഖാക്കൾ ചെല്ലണം. കള്ളപ്രചാരവേലയെ തുറന്നു കാണിക്കണം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് എല്ലാ ജില്ലകളിലും ഇത് സംബന്ധിച്ച് ആളുകളെ വിളിച്ചുകൂട്ടി ആവശ്യമായ വിശദീകരണം കൊടുക്കുന്നുണ്ട്. എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കും. സംശയിച്ച ആളുകളെ ആശങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ അവരിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ വിപുലമായ പ്രചാരവേല സംഘടിപ്പിക്കണം. ആ പ്രചാരവേല നടത്താൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇവരുടെ മുമ്പിൽ പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരിപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഇത് വേണ്ട, ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോ? അതാണ് കേരളത്തിൽ ഉയർന്നു വരുന്ന ചോദ്യം. ശബരിമല വിമാനത്താവളം വേണ്ടേ? എല്ലാവരും അംഗീകരിച്ചതാണ് ആ പദ്ധതി. ഇപ്പോൾ UDFും BJPയും എതിർക്കുന്നു. LDF ഭരിക്കുന്നതുകൊണ്ട് അത് വേണ്ട എന്നാണ്. ഇങ്ങനെയുള്ള അനാവശ്യമായ വിമർശനത്തിന് മുമ്പിൽ LDF ഗവൺമെന്റ് കീഴടങ്ങാൻ പോകുന്നില്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പാക്കും. ഇത് പൂർത്തിയായി കഴിയുമ്പോൾ ജനങ്ങൾ കാര്യം മനസ്സിലാക്കും. LDF ഗവൺമെന്റ് പറഞ്ഞതാണ് ശരി, LDF ആണ് ശരി എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. പ്രവൃത്തിയിൽ കൂടി നമുക്കിത് കാണിച്ചു കൊടുക്കണം. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടി എല്ലാ CPIM പ്രവർത്തകന്മാരും ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ച് ഈ കേരളം ഒരു നവകേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകണം. ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റാലി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തട്ടെ. അഭിവാദനങ്ങൾ സഖാക്കളെ.